ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എനർജി ബാർസ് ആണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബാർസ് എന്ന് വിളിക്കാം. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിയ സീഡ്സും ഫ്ലാക്സ് സീഡും ഇട്ടിട്ടുള്ള ഒരു റെസിപ്പി. ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഗ്രാനോളി ഇട്ടിട്ടുണ്ട്, ഓവർനൈറ്റ് ഓട്സ് ഇട്ടിട്ടുണ്ട്, ഓട്സിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, ചിയ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് വിശക്കുന്ന സമയത്തെല്ലാം കഴിക്കാം. രാവിലെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ആകെ നമുക്ക് ഇതിൽ നാച്ചുറൽ സ്വീറ്റ്നറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, അതായത് ഡേറ്റ്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്, അല്ലാതെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടല്ല ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം, ഈ പാനിൽ 250 ഗ്രാം ഡേറ്റ്സ് കുരുക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിത് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. 1/2 ടീസ്പൂൺ, അതിലൊരു 1/2 സ്പൂൺ പട്ട പൊടിച്ചത് സിനമൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് അടുപ്പ് കത്തിച്ചിട്ട് വെക്കാൻ പോവാണ്. നമുക്ക് നല്ല തിക്ക് വീഡിയോ ആക്കിയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്കിത് നന്നായി വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും ഇത് റെഡി ആവും. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം 180 ഡിഗ്രി സെൽഷ്യസിൽ. കാരണം ബാർസാണ്, അപ്പോൾ നമുക്ക് ഓവനിൽ തന്നെ ചെയ്യണം. അപ്പം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക 180 ഡിഗ്രി സെൽഷ്യസിൽ. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ വയ്ക്കാം. അപ്പം ഞാനിത് ആദ്യം വെക്കട്ടെ, അതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് നല്ല പ്യൂറായിട്ട് വരണം. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിനമൺ ആഡ് ചെയ്യുമ്പോൾ നല്ല മണവും ഫ്ലേവറും വരും. ആർട്ടിഫിഷ്യൽ നമുക്ക് വേറെ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും വരട്ടെ, വന്ന ശേഷം കാണിച്ചു തരാം കേട്ടോ. വെന്ത് വരണം, വെന്ത ശേഷം കാണിച്ചു തരാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പാനിലാണ് ബാർസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പാർച്ച്മെൻറ്റ് പേപ്പർ പുറത്തേക്ക് നിൽക്കുന്ന പോലെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടിയിൽ വല്ല നെയ്യോ എണ്ണയോ തേച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് അപ്പോൾ കുറച്ച് എണ്ണ അടിയിൽ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ എന്നാലേ അത് പാർച്ച്മെൻറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുള്ളൂ. കുറച്ച് മതി, നമുക്ക് എണ്ണ ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് വരണ്ടല്ലോ. ജസ്റ്റ് അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പം പാർച്ച്മെൻറ്റ് പേപ്പർ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഏകദേശം 3/4 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കൂടെ എടുക്കാം. ഓട്സ് റോൾഡ് ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സ് തന്നെ എടുക്കുക. അപ്പോൾ അതിനാണ് നല്ലത്, എന്നാലേ ഹെൽത്തി ആയിട്ട് വരുള്ളൂ. ഓട്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുഡി ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ 1.5 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ വാങ്ങുന്ന ബ്രാൻഡ് ഞാൻ കാണിച്ചു തരാം. ഡിയർ എർത്ത് എന്നുള്ള ബ്രാൻഡാണ്. ഡിയർ എർത്തിൻ്റെ ഓൾഡ് ഫാഷൻ ഓട്സാണ് ഞാനെപ്പോഴും വാങ്ങുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ചിയ സീഡ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്, വൈറ്റ് കളറിലുള്ള ചിയ സീഡാണ്. ഇതും ഡിയർ എർത്തിൻ്റെ തന്നെയാണ്. അപ്പം അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മുഴുവൻ ചിയ സീഡ്. ഞാൻ പറഞ്ഞില്ല, ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബാർസാണ്. അതേമാതിരി
അതുമാതിരി എൻ്റെ കയ്യിൽ ഫ്ലാക്സ് സീഡ് ഉണ്ട്. ഫ്ലാക്സ് സീഡ് ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, 1/2 കപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം മിക്സ് ചെയ്യാം. നല്ല ക്രഞ്ചി ഹെൽത്തി ആയിട്ടുള്ള ബാർസാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത്, ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പംകിൻ സീഡ്സാണ്. സീഡ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഓരോന്നിനെ പറ്റിയിട്ടും ഞാൻ ഇനി വരുന്ന എപ്പിസോഡ്സിൽ ഇടാം. ഓക്കെ, അപ്പം ഇത് പംകിൻ സീഡ്സാണ്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡ്സാണ്. അപ്പം അതും ഇതേമാതിരി ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം റഫ് കണക്കാണ്. ഇതിൻ്റെ ഓരോ റെസിപ്പി നമുക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇത് ഗോജി ബെറീസാണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെറിയാണ്. ഇതിൻ്റെ ഡ്രൈ വേർഷനാണ്. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഫുഡി ടോക്കിൽ കൂടെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ബെറീസ് കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്, ഗോജി ബെറീസും. അപ്പം അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, ഹെൽത്തിയുമാണ്. ഓക്കെ, അപ്പം ഇത് ഡ്രൈ വേർഷനാണ് അതിൻ്റെ. അപ്പം അത് നമുക്ക് മിക്സ് ചെയ്യാം. കണ്ടോ, എല്ലാ തരത്തിലുള്ള കളറും ആയിട്ടുണ്ട്. ചിയ സീഡ്, ബ്ലാക്ക് ചിയ സീഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അതന്നെ വേണമെന്നില്ല. ഇനി ക്രഞ്ചിനെസ്സിന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലിക്സ് ആണ്. പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്, ഫ്ലേവേർഡ് അല്ല. അപ്പം അതും ഇതേപോലെ ഒരു 2 കൈപ്പിടി 3 കൈപ്പിടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗ്ലൂട്ടൻ പ്രശ്നമുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ നോക്കാം. ഇപ്പോൾ എല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്ക് ആ ഡേറ്റ്സ് ഒന്ന് വെന്ത് വരണം, നമ്മൾ ഇട്ടത്. അത് കഴിഞ്ഞ ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് കൊക്കോ നിപ്സ് ഉണ്ടെങ്കിൽ കൊക്കോ നിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ഫ്ലേവറും ആൻഡ് ആ ചെറിയൊരു ടേസ്റ്റും വരും. ഓക്കെ, അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡേറ്റ്സ് വെള്ളം തിളച്ചിട്ടുണ്ട്, വേവാൻ വെച്ചത്. ഇനി ഒന്ന് നല്ല തിക്ക് പ്യൂരായിട്ട് എടുക്കണം. നമുക്കൊന്ന് മാഷ് ചെയ്ത് കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക 180 ഡിഗ്രി സെൽഷ്യസിൽ. ഞാൻ പറഞ്ഞല്ലോ, കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ വയ്ക്കാം. സോ ഇതാവട്ടെ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം, നമുക്ക് ഡേറ്റ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം പെട്ടെന്നൊന്ന് ആയി കിട്ടും. നല്ല തിക്ക് പ്യൂറി ആക്കിയിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ തിളപ്പിക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് നേരം കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ്സ് എടുത്തിട്ട് കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ഇതിൽ വേറെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒന്നുമില്ല. ഇപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് 180 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ഇതൊന്ന് വേവട്ടെ, വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി മാഷ് ചെയ്യണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്ക് പ്യൂറി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്തു. എല്ലാം ഒന്നും മാഷ് ചെയ്തിട്ടില്ല, പക്ഷേ
അത്യാവശ്യം എൻ്റെ ജ്യൂസെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല തിക്ക് പ്യൂരി ആയിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓട്സ് കോൺഫ്ലേക്സും ചിയ സീഡും ഫ്ലാക്സ് സീഡൊക്കെ ഇട്ടിട്ടില്ലേ, അതിലോട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം ഇതിലോട്ട് കൂട്ടാവണം. നല്ല ചൂടുണ്ട്, വേണമെങ്കിൽ ചൂടാറിയിട്ട് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫർദർ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മുഴുവൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അത് നന്നായി എല്ലാം നമുക്ക് ടോസ് ചെയ്തിട്ട് എടുക്കാം. അപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച ഇതിലോട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്യണം. ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് വേണ്ടി വരും ബേക്ക് ചെയ്തിട്ട് വരാൻ. ഓക്കെ, അപ്പം മാത്രം ശ്രദ്ധിക്കുക, ഇപ്പം നല്ല ചൂടാണ്. അപ്പം കൈ പൊള്ളിക്കാതെ നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് വേണമെങ്കിൽ കൊക്കോ നിപ്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നല്ല തിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വരും. ഇപ്പോൾ സിനമൺ ടീ നമുക്ക് ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ഒരേപോലെ ഒരേ ലെവലിലാക്കിയിട്ട് എടുക്കാം. എന്നാലേ നമുക്ക് ബാറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ, ഇടയിലെല്ലാം ഡേറ്റ്സ് കിടപ്പുണ്ട്. ചിയ സീഡ് നമുക്ക് കാണണമല്ലോ, ചിയ സീഡും ഫ്ലാക്സ് സീഡും ഗോജി ബെറീസ് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ ഗോജി ബെറീസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഏത് ബെറീസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പം നല്ല ഫൈനായിട്ട് പറ്റുന്ന പോലെയൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം തന്നെ കാണാൻ നല്ല കളർഫുള്ളാണ്. അപ്പം ഞാൻ ഇനി ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. ഒരു 30-40 മിനിറ്റ്സ് ബേക്ക് ചെയ്ത ശേഷം നമുക്ക് ബാറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം പിന്നെ കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ബേക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്ന് അറിയണമെന്ന് വെച്ചാൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാവും മേലെ ഭാഗം, സൈഡിലൊക്കെ നല്ല ക്രിസ്പായി. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ക്രിസ്പാണ്. ഓക്കെ, ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇത് ഇങ്ങനെ വയ്ക്കുന്നത് അതുകൊണ്ടാണ്, നമ്മൾ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടോ, ഞാൻ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ചൂട് വരുന്നുണ്ട്. സോ ഒന്ന് കൂളാവട്ടെ, ഒരു 10 മിനിറ്റ് ഒന്ന് കൂളായ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചൂട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാർസായിട്ട് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും.
അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതൊന്ന് വാമായിട്ടുണ്ട്. എപ്പോഴും ചൂട് തന്നെയാണ്, പക്ഷേ ഒന്ന് വാമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബാർസ് ആക്കിയിട്ട് ഇപ്പോഴും നല്ല സോഫ്റ്റാണ്, കാരണം ചൂടല്ലേ ഇപ്പോഴും. അതുകൊണ്ട് ഒന്ന് കൂളായ ശേഷം നല്ല ഹാർഡാവും. അത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള എനർജി ബാർസ് ആവും. സോ ഇതാണ് എനർജി ബാർസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.